ചാനൽ ഇന്നത്തെ വീഡിയോ നിന്ന് ബ്ലം എന്നൊരു AI ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണുക. അപ്പോൾ ഞാൻ ഈ ബോട്ടിനെ കുറിച്ച് വലുതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാ ടെലിഗ്രാം മൈൻ ചെയ്യുന്ന മിക്ക എല്ലാ ആൾക്കാരും ഇത് മൈൻ ചെയ്യുന്നുണ്ടാവും, ബ്ലം പറഞ്ഞ എയർ ഡ്രോപ്പ്. പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ മൈൻ ചെയ്യുന്ന കുറേ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒന്നാമത് പറഞ്ഞു വെച്ചാൽ നമുക്കിതിൽ എങ്ങനെ ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാം, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിന്റ് ഏണിയാൽ അതെല്ലാം പറയാം. എന്നിട്ട് കുറേ ഡൗട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലമ്മിൻ്റെ പോയിന്റ് കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒന്നാമത് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ഡെയിലി കയറുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടും. മറ്റേ ഗെയിം കളിക്കാനുള്ള ടിക്കറ്റ്. അത് എടുത്തു വെക്കണോ അല്ലെങ്കിൽ ഡെയിലി കളിക്കണോ എന്നാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ടിക്കറ്റ് നിങ്ങളിപ്പോൾ ചിലവാക്കരുത്. എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതൊരു 100 ദിവസമൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് ഡെയിലി കളക്ട് ചെയ്ത ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സേവ് വെച്ചിട്ടുണ്ട്. 697 ടിക്കറ്റായി. അപ്പോൾ ഞാൻ എന്ത് ഈ ടിക്കറ്റ് സേവ് ചെയ്യുക. കുറേ യൂട്യൂബേഴ്സ് പറയുന്നത് ടിക്കറ്റ് എക്സ്പയർ ആയി പോകുന്നോ, അങ്ങനെ എന്താ പറയുക, ഓരോ ദിവസം കഴിഞ്ഞ് വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ പോകുമെന്നൊക്കെ പറയണു. ഞാൻ പറയാമല്ലോ, ഞാൻ 100 ദിവസം ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇതുവരെ ഒറ്റ ടിക്കറ്റ് ഇതൊന്നും പോയിട്ടില്ല. കളിച്ചാൽ അതിനെ പോവും, കളിച്ചില്ലെങ്കിൽ പോവില്ല. കുറേ പേര് പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എക്സ്പയർ ആയി പോകുന്നത്, അത് വെറും ഫേക്ക് ന്യൂസ് മാത്രമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ടിക്കറ്റ് എടുത്തു വെക്കണം എന്ന് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ബ്ലം പറഞ്ഞ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വാലറ്റ് ടെലിഗ്രാമിൽ തന്നെ ബ്ലമ്മിൻ്റെ ഒരു വാലറ്റ് തുടങ്ങാനാണ് ഇവരുടെ പ്ലാന്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിൽ നമുക്ക് ക്രിപ്റ്റോ ബൈ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ ഇത്രയും കുറേ ക്രിപ്റ്റോ പോലെ തന്നെ കുറേ ഇതൊക്കെ വരും. അത് ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള പോയിന്റ്സിന് വാല്യൂ കൂടും, അതിൻ്റെ ഹൈപ്പ് കൂടും. എന്താ വെച്ചാൽ നമ്മുടെ ടെലിഗ്രാമിലൊരു വാലറ്റിൽ ബ്ലം പറഞ്ഞാൽ വാലറ്റ് ആക്കാൻ പോവുകയാണ് ഫ്യൂച്ചറിൽ ആവും. അപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് ഈ ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലമ്മിൻ്റെ പോയിന്റ്സിന് ഇതിന് ഹൈപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. ഈ പോയിന്റ്സിന് നല്ല ഡിമാൻഡ് ആയി കഴിഞ്ഞു വെച്ചാൽ അത് നമുക്ക് നല്ലൊരു റവന്യൂ തന്നെ ഉണ്ടാക്കും. പിന്നെ ടിക്കറ്റ് നിങ്ങൾ ഈ മറ്റേ ക്രിപ്റ്റോയും ഇത്തേറിയം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വാലറ്റിക്ക് വന്നു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഗെയിം കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോൾ ഡ്രോപ്പ് ഗെയിം വരും. ഇപ്പോൾ നമ്മുടെ ഇതിൽ ഏതാണ് നമുക്ക് ബ്ലം പോയിന്റ് ഏൺ ചെയ്യാനുള്ളതാണ്, ഈ ടിക്കറ്റ് വെച്ചിട്ട് കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ക്രിപ്റ്റോ കാര്യങ്ങൾ വന്നു വെച്ചാൽ അതിൻ്റെ ഇത് വരും, ഡ്രോപ്പ് വരും. ആ ഡ്രോപ്പ് കാര്യങ്ങൾ ആ സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ഈ ടിക്കറ്റ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ ടിക്കറ്റിൻ്റെ ഇത് വാല്യൂ ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാം കളിച്ച് ഈ ടിക്കറ്റ് എന്താ പറയുക ചിലവാക്കി കഴിഞ്ഞു വെച്ചാൽ ഈ ക്രിപ്റ്റോ കാര്യങ്ങളെല്ലാം വരുന്ന ഈ വാലറ്റിന് വരുന്ന സമയത്ത് അങ്ങനത്തെ ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് കളിക്ക് ഇതെന്താ പറയുക ടിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നഷ്ടമാണ് വരിക. അപ്പോൾ എന്താണ് ഈ പുതിയ യൂസേഴ്സിനൊന്നും എന്താ പറയുക ഡെയിലി ടിക്കറ്റ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് നമുക്ക് തരലിന് നിർത്തി വരും. മനസ്സിലായ? അതാണ് പറയുന്നത്, ടിക്കറ്റ് ഒരിക്കലും ചിലവാക്കരുത്. അപ്പോൾ എന്താ പറയുക ടിക്കറ്റ് മാക്സിമം എല്ലാവരും എടുത്തു വയ്ക്കാൻ നോക്കുക. അതാണ് ഇതിൽ പറയാനുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എങ്ങനെ ഡെയിലി ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിന്റ്സ് എണ്ണിയാൽ ഒന്നാമത് വെച്ചാൽ ഡെയിലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും 8 മണിക്കൂർ കൂടുമ്പോൾ. അതെല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഏണിംഗ് സെഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കാണാൻ പറ്റും. മിക്കത് യൂട്യൂബ് ചാനലിൽ കയറുക, വീഡിയോ കാണുക, എന്നിട്ട് അവർ എന്താ പറയുക കോഡ് അടിക്കുക, അങ്ങനെ പോയിന്റ്സ് ഏണിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതിൽ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ അറിയാം, ഡെയിലി ഓരോരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് തന്നെ അവർ 10% അവർ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ ഫ്രണ്ട് വേറെ ഫ്രണ്ടിനെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്ത് തന്നെ അവർ 2.5% നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിൽ. പിന്നെ വാലറ്റ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോൺ വാലറ്റാണ് ഇവിടെ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോൺ വാലറ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും കണക്ട് ചെയ്ത് വെക്കുക, അധികം വഴിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇതിൽ പറയാനുള്ളത് വേറെ കുറേ ഡൗട്ടുള്ളത്, ബ്ലമ്മിൽ നമ്മൾ വേറെ കുറേ ഡ്രോപ്പിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാൻ ആവും. നമ്മുടെ അക്കൗണ്ട് ബാൻ ആയി പോകും. പക്ഷേ ബ്ലമ്മിൽ ഇങ്ങനത്തെ ഒരു വിഷയമില്ല. നിങ്ങൾക്ക് ഒരു ഫോണാണ് ഉള്ളെങ്കിൽ എത്ര നിങ്ങൾക്ക് ബ്ലമ്മിൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. വേറെ ചില എയർ ഡ്രോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല, ബാൻ ആയി പോകും. പക്ഷേ ബ്ലമ്മിൽ പറ്റും. എന്താ വെച്ചാൽ ഇവർ ഒഫീഷ്യലായിട്ട് ട്വീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ എന്താ പറയുക ട്വിറ്ററിലൊക്കെ പോയി ചെക്ക് ചെയ്യുകയാണെന്നാണ്, നിങ്ങളെ സ്വന്തം റിസ്ക് ചെയ്യുക. നോക്കിയാൽ മതി, എല്ലാം ഉണ്ട്. അവർ തന്നെ സ്വന്തമായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ വേണമെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും.
അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ പിന്നെ അത്രേ പറയാനുള്ളൂ. പിന്നെ കുറേ പേര് ഡൗട്ടാണ് ഇതിൻ്റെ എയർ ഡ്രോപ്പ് എപ്പോഴാണ് വരിക, എയർ ഡ്രോപ്പ് എപ്പോഴാണ് വരിക. ഞാനൊരു കാര്യം പറയട്ടെ, ഏതൊരു നല്ല പ്രോജക്റ്റ് ആണെങ്കിലും ഒരു അവർ ആ എയർ ഡ്രോപ്പ് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. സമയം എടുത്ത് വരുന്ന എയർ ഡ്രോപ്പിനാണ് വാല്യൂ ഉണ്ടാവുക. അല്ലാണ്ട് ഹാംസ്റ്റർ പോലെ ഇന്ന് മൈൻ ചെയ്യാൻ തുടങ്ങിയാൽ നാളെ ഇത് തരും റിവാർഡ് തരും പറഞ്ഞിട്ട് മൈൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും കിട്ടാത്ത അവസ്ഥയായില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ 1-2 മാസം കൊണ്ട് മൈൻ ചെയ്തിട്ട് ഒരു തേങ്ങയും ലാസ്റ്റ് കിട്ടിയില്ല. അതുപോലെയല്ല ബ്ലം പറഞ്ഞാൽ അങ്ങനെയല്ല, സമയം എടുക്കും. ഇതിൽ എന്താ പറയുക, ഈ വാലറ്റ് ടെലിഗ്രാമിലെ ബ്ലംമിലെ വാലറ്റ് ഉണ്ടാക്കുക നല്ലൊരു പണിയാണ്. എന്താ വെച്ചാൽ ക്രിപ്റ്റോ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വരുത്താൻ നല്ല സമയം എടുക്കും. സമയം എടുത്ത് ചെയ്യണതിനാണ് അതിൻ്റെ വാല്യൂ കൂടുക. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും എന്താ പറയുക സമാധാനത്തോടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇത് എന്തായാലും വരും. ഇത് എവിടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഡെയിലി ഒരു വശം കയറിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റും. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എവിടെയും പോവില്ല. പിന്നെ ടെലിഗ്രാം എയർ ഡ്രോപ്പ് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ക്ഷമയില്ലാത്തവരിത് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ക്ഷമയുള്ളവർ മാത്രം കയറിയിട്ട് ചെയ്യാൻ നോക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം പറ്റുമ്പോൾ എല്ലാവരും മൈൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഏതൊരു എയർ ഡ്രോപ്പ് മൈൻ ചെയ്തില്ലെങ്കിൽ ഈ എയർ ഡ്രോപ്പ് എന്തായാലും മൈൻ ചെയ്യണം. എന്താ വെച്ചാൽ ഇതാണ് നമ്പർ 1. ഒന്ന് ഹോട്ട് വാലറ്റ്, വേവ് വാലറ്റ്, പിന്നെ ബ്ലം ഇതിൽ ഉൾപ്പെട്ടത്. ഇതാണ് ടോപ്പ് 3 ടെലിഗ്രാം എയർ ഡ്രോപ്പിന് ഇത് 3 പിന്നെ ഉള്ളത് ഡോഗ്സ്, അതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നോട്ട് പിക്സൽ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാം ചെയ്യാൻ സമയമില്ല. ഓരോന്നായിട്ട് ഞാൻ ഓരോരോ ആഴ്ചയായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.